प्रकृते ज्ञानवानपि प्रकृतियान्ति भूतानि निग्रहः किं करिष्यति सदृशं चेष्टते स्वस्य प्रकृतिं ज्ञानवानपि प्रकृतिं यान्ति भूतानि निग्रहः किं करिष्यति सदृशं चेष्टते स्वस्य प्रकृते ज्ञानवानपि प्रकृतिं यान्ति भूतानि निग्रहः किं करिष्यति हरिष्ण वाकर्थम ज्ञानवान अपि ज्ञान संपन्नन पोलुम स्वस्याः प्रकृते स्वप्रकृतिക്ക് സദൃശം അനുസരണമാം വണ്ണം ചേഷ്ടതേ ശ്രമിക്കുന്നു ഭൂതാനി ജീവജാലങ്ങൾ പ്രകൃതിയെ യാന്തി അനുസരിക്കുന്നു നിഗ്രഹം നിയന്ത്രണം കിം കരിഷ്യതി എന്തു ചെയ്യും വിവർത്തന ഭാവാർത്ഥമേ ജനാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീ പ്രഭുപാദി തൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായി തന്നെയാണ് ജ്ഞാനിയും പ്രവർത്തിക്കുന്നത്. ത്രിഗുണങ്ങളിൽ നിന്നർജിച്ച സ്വഭാവത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നു. നിഗ്രഹം കൊണ്ട് എന്ത് പ്രയോജനം? ഏറ്റവുമല്ല തൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായി തന്നെയാണ് ജ്ഞാനിയും പ്രവർത്തിക്കുന്നത്. ത്രിഗുണങ്ങളിൽ നിന്നർജിച്ച സ്വഭാവത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നു. നിഗ്രഹം കൊണ്ട് എന്തു പ്രയോജനം? ഭാവാർത്ഥം കൃഷ്ണാബോധത്തിന്റെ അതീന്ദ്രിയ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവർക്കൊഴികെ ആർക്കും പ്രകൃതി ഗുണങ്ങളുടെ സ്വാധീന ശക്തിയിൽ നിന്ന് മോചിതരാവാൻ പറ്റില്ല എന്ന് ശ്രീ ഭഗവാൻ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 7.14. അതുകൊണ്ട് ഭൗതിക തലത്തിൽ ഏറ്റവും അറിവുള്ള ആർക്കും സൈദ്ധാന്തി ജ്ഞാനം കൊണ്ടോ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ടോ മായയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തനാവാൻ സാധ്യമല്ല. വിജ്ഞാനപരമായി വളരെ പുരോഗമിച്ചവരെന്ന് ഭാവിക്കുന്ന അനേകം ആധ്യാത്മിക ചിന്തകരുണ്ട്. എന്നാൽ ആന്തരികമായി അവർ തങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രകൃതി ഗുണവിശേഷങ്ങൾക്ക് പൂർണ്ണമായും അടിമകളാണ്. മഹാപണ്ഡിതനായാലും ശരി, ഭൗതിക പ്രകൃതിയുമായുള്ള നിരന്തര സമ്പർക്കത്താൽ അയാൾ ബന്ധനത്തിൽ തന്നെയാണ്. മറിച്ച് ഭൗതിക നിലനിൽപ്പിനായി തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും ഒരാൾക്ക് കൃഷ്ണാബോധമുണ്ടെങ്കിൽ അത് ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കും. അതുകൊണ്ട് പൂർണ്ണമായും കൃഷ്ണാബോധവാനാകാതെ ആരും തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. ഉടനെ ഒരാൾ തൻ്റെ നിർദ്ദിഷ്ട കർമ്മങ്ങൾ ഉപേക്ഷിച്ച് ഒരു യോഗിയോ അതീന്ദ്രിയവാദിയോ ആയി അഭിനയിക്കരുത്. സ്വന്തം സ്ഥിതിയിൽ നിന്നുകൊണ്ട് ഉത്തമമായ പരിശീലനം വഴി കൃഷ്ണാബോധം നേടാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്താൽ കൃഷ്ണന്റെ മായാവലയത്തിൽ നിന്ന് മോചനം ലഭിക്കും. ഓം സത്സത്. മുഖം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീചൈതന്യമീശ്വരം ശ്രീഗുരും ദീനധാരണം പരമാനന്ദമാധവം. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രേ. പീതാംബരം ഗർവിരാജിത ശംഖചക്രം കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം വിഭാവയാമി. ഹരേ കൃഷ്ണ. ആക്ച്വലി ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ഗ്രഹാതിരത്വമാണ്. ഇതിൽ ഒരുപാട് പേര് എനിക്ക് അറിയില്ല. പക്ഷേ ഒരു 8 വർഷം മുമ്പ് ഇതേപോലെ ഒരു ഫീലിംഗ് ആണ്. പ്രഭു മിക്കവാറും ഫ്രണ്ടിലിട്ട് ഇരിക്കാറുണ്ട്. പ്രഭു സുരനാഥ് പ്രഭുജി ഈ ഹാൾ ഹരേഷ് പ്രഭുജി ഈ ഹാളും ഉമലസ്ഥ ഹാളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അല്ലേ? നേരെ ഒരു കിച്ചണുണ്ടെന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം.
ഹരേ കൃഷ്ണ. എൻ്റെ പേര് ശരണ്യ ശ്യാമസുന്ദർദാസ് എന്നാണ്. ഒരു 7 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനിവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നാട്ടിലാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മളെല്ലാവരും നാട്ടിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ജോലി ചെയ്യാൻ കാര്യങ്ങൾക്കൊക്കെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ വന്ന ജോലി കാക്ഷിച്ചിട്ട് തന്നെയാണ്. പക്ഷെ എന്തോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടിട്ട് വന്ന ഉടനെ തന്നെ ടെമ്പിളായിട്ട് ബന്ധപ്പെടാനും എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെ, ഏതൊരാൾക്കും ജീവിതത്തിൽ ഭാഗ്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യങ്ങളുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിനെ നല്ല രീതിയിലാക്കുക, മക്കളെ നല്ലോണം പഠിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് നല്ല ജോലി കിട്ടുക, നല്ല സാലറി കിട്ടുക, നല്ല വിവാഹം കഴിക്കുക, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഭാഗ്യമാണ്. പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ നമുക്കറിയാം അല്ലെ, 2nd ചാപ്റ്ററിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ആത്മാവിനാണ് ഏറ്റവും പ്രാധാന്യം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. നമ്മുടെ ഈ ബോഡി ടെമ്പററി ആണ്, പെർമനന്റ് ആയിട്ടുള്ള നമ്മുടെ ആത്മാവാണെന്ന് നമുക്കറിയാം. ഇപ്പൊ നമ്മുടെ എല്ലാവരെയും ലക്ഷ്യം എന്ന് പറയുന്നത്, ഇപ്പൊ നാട്ടില് നമ്മൾ ആരുടെ ചോദിച്ചാൽ, അല്ലെങ്കിൽ അന്യ മതസ്ഥരുണ്ട്, ഇപ്പൊ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ നോക്കിയാലും ഒരു മനുഷ്യ ജീവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ കണക്കില് സ്വർഗ പ്രാപ്തിയാണ്. അപ്പൊ നമ്മള് അതിനു മേലെയാണ് അല്ലെ, ഗോലോക വൃന്ദാവനം, ഭഗവാന്റെ വൈകുണ്ഠ ലോകത്ത് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇത് നമുക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നു നാട്ടിലിരിക്കുമ്പോൾ അല്ലെ, നമ്മളും സ്വർഗത്തിൽ പെട്ടെടുക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ നമ്മൾ ഭഗവത്ഗീത സീരിയസ് ആയിട്ട് പഠിക്കുമ്പോഴും ഒക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ഇതിനേക്കാൾ ഉപരി ഒരു വൈഷ്ണവ ദർശനം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അല്ലെ. അപ്പോൾ നമ്മുടെ എല്ലാവരെയും ജീവിതത്തിൽ അങ്ങനെ ഒരു വൈഷ്ണവന്റെ ദർശനം കൊണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സത്സംഗം കിട്ടാനും ഇതിനെപ്പറ്റി അറിയാനും, നമ്മുടെ യഥാർത്ഥ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നറിയാനായിട്ട്. നമ്മൾ ഭഗവാന്റെ ദാസനാണ്, ഭഗവാന്റെ എല്ലാവിധ ഗുണങ്ങളും ഉള്ള ദാസനാണ് നമ്മൾ. പക്ഷെ അളവിൽ വ്യത്യാസമുണ്ട് അല്ലെ, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയും പ്യൂറായിട്ടുള്ള നമ്മളാണ് ഭഗവാനെ മനസ്സിലാക്കാണ്ടൊക്കെ നമ്മൾ നാട്ടിലും ഇവിടെ വന്നിട്ടാണ് നമുക്ക് പലർക്കും, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഭഗവാനെ മനസ്സിലായത്. അതിന് കാരണം ആയിത്തീർന്ന ബൽറാം ദേശിലെ മലയാളം ഭക്തി വിഷയിലെ മുഴുവൻ ഇവിടെയുള്ള പാർസാദി പ്രഭു, അതേപോലെ ദയാനന്ദ പ്രഭുജി, ശ്യാമാനന്ദ പ്രഭു, രഞ്ജനദാസ് പ്രഭുജി, അപ്പോൾ അന്തരംഗ ചൈതന്യദാസ് പ്രഭുജി, എല്ലാവർക്കും വളരെയധികം നന്ദി ആദ്യം പറയുകയാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ശരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ വൈഷ്ണവരുടെ ലക്ഷ്യം വൈകുണ്ഠമാണെങ്കിൽ കൂടി നമ്മൾ നിത്യം ഭഗവാന്റെ സേവനത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. അപ്പോൾ ഈ ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം, ഭഗവത്ഗീത ഒരു ഉപനിഷത്തിലൊക്കെ പറയുന്ന, ഉപനിഷത്തിന്റെ ആകെ സാരമാണ് ശരിക്കും ഭഗവത്ഗീത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പശുവായിട്ട് ഇതിനെ സങ്കല്പിക്കുന്നുണ്ട് അല്ലെ, മഹാത്മ്യത്തിലൊക്കെ പറയുന്നുണ്ട്, ഭഗവത്ഗീത മഹാത്മ്യത്തിൽ. അപ്പോൾ ആ പശുവിനെ കറക്കുന്ന ആള് ഭഗവാനാണ്. വേദങ്ങളുടെ ഇതായിട്ടുള്ള ഉപനിഷത്ത് കറക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ ഒരു പശു പാല് ചുരുത്തണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം കുട്ടിയെ അല്ലെ, കിടാവിനെ കൊണ്ടുവന്ന് അടുത്ത് നിർത്തും. ആ കിടാവാണ് അർജുനൻ ശരിക്കും അല്ലെ. അർജുനെ നിർത്തിക്കൊണ്ടിട്ട് ഭഗവാൻ നമുക്കൊക്കെ പകർന്നു തരുന്ന ജ്ഞാനമാണ് ശരിക്കും ഭഗവത്ഗീത എന്ന് പറയുന്നത്. അപ്പൊ ആ ഭഗവത്ഗീത നമുക്ക് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കി തന്ന വൈഷ്ണവ പരമ്പരയെ നമ്മൾ സ്മരിക്കണം. അതായത് ഇത് അതിനകത്ത് തന്നെ പറയുന്നത് സുധീർ ഭോക്ത എന്നാ പറയുന്നത്. അതായത് നല്ല ബുദ്ധിയുള്ളവരാണ് ശരിക്കും ഭഗവത്ഗീത ശരിയായ രീതിയിൽ പഠിക്കുക എന്ന് പറയുന്നത് അല്ലെ, ശരിയായ വൈഷ്ണവർ. കാരണം ഒരുപാട് ട്രാൻസ്ലേഷൻ നമ്മുടെ ഭഗവത്ഗീതയ്ക്ക് ഉണ്ട്, ഒരുപാട് സംഘടനകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ വൈഷ്ണവ പരമ്പരയിൽ നിന്നും കിട്ടുന്ന ഭഗവത്ഗീത പഠിക്കണമെങ്കിൽ നമ്മൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവണം. അപ്പൊ ഇവിടെ എല്ലാവരും തന്നെ നല്ല ബുദ്ധിയുള്ളവരാണ്, ഭഗവാൻ തിരഞ്ഞെടുത്ത് വിട്ട ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഭൗതികതയിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഭൗതികത വിടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ. നമുക്ക് ആർക്കും അങ്ങനെ വിടാനും എളുപ്പമല്ല. ഇപ്പൊ ഈ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, അത് ഭഗവാൻ വിവരിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറയല്ലോ, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടുകയും വേണം, കഷത്തിലിരിക്കുന്നത് പോകാനും പാടില്ല എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇപ്പൊ ഞാൻ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറി അല്ലെ. ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ദൂരം കൂടുതൽ എവിടെയാണ്? ബഹ്റൈനാണ് അല്ലെ കയറുന്ന സമയത്ത്. പക്ഷെ അതൊരു 2.5 മണിക്കൂർ പിന്നിട്ട് കഴിയുമ്പോൾ
ഫ്ലൈറ്റ് ഉയർന്നത് 2.5 മണിക്കൂർ പിന്നിട്ട് കഴിയുമ്പോൾ പിന്നെ ദൂരം കൂടുതൽ ഏതാ? കൊച്ചിയാണ്. ശരിയല്ലേ? അപ്പം ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് കൊച്ചിയിൽ തന്നെ നിന്നാൽ മതി, എനിക്ക് കൊച്ചിയും വേണം അങ്ങോട്ട് പോയും വേണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല അല്ലേ? അപ്പം നമ്മളെ എപ്പോഴും ഭൗതികതയിൽ നിന്ന് വിട്ടാൽ മാത്രമേ നമുക്ക് ആത്മീയ ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അത് നമ്മളെ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട. കാരണം വെച്ചാൽ നമ്മളെ എപ്പോഴും ഭൗതികത്തിൽ തന്നെ കിടക്കുകയും വേണം, നമുക്ക് ആത്മീയത കിട്ടുകയും വേണം എന്ന് പറഞ്ഞിട്ട് അത് കാര്യമില്ല. അപ്പൊ നമ്മളെപ്പോഴും ഭഗവാന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് ഭഗവാന്റെ അടുത്ത് എത്താനായിട്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ നിത്യസേവനത്തിൽ എത്താൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ത്യാഗമനോഭാവമാണ് അല്ലെ? ഇപ്പൊ നമ്മുടെ ഈ കീർത്തൻ ഇവിടെ നടന്നു, 3 ദിവസത്തെ കീർത്തൻ നടന്നു. ഞാൻ ഫുൾ അതിൽ എൻജോയ് ചെയ്ത ആളാണ് അല്ലെ? മറ്റൊരു സർവീസിനും ഞാൻ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതൊന്നും ആഗ്രഹിക്കാണ്ട് ഒരുപാട് പേര് ഇതിന്റെ പിന്നണി പ്രവർത്തകരുണ്ട് അല്ലെ? ഇപ്പോ പറയുകയാണെങ്കിൽ സുദർശന ജനാർദ്ദനദാസ് പ്രഭുവും അരിന്ദാമ, നമ്മൾക്കറിയാം, തമിഴ് ഡിവോട്ടീസ് ആണ്. അവർ ഫുൾ ടൈം പാർക്കിംഗ് ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവർ ഈ കീർത്തനമേ കേട്ടിട്ടില്ല. അപ്പൊ അവർ ഫുൾ അതിന്റെ അറേഞ്ച്മെന്റും പാർക്കിംഗ് ഇതാണ്. അതുപോലെ ഇവിടെ ഉള്ളത് ഇപ്പൊ അജാമിൾ ഉണ്ട്. ഇവിടെ അജാമിളിനൊക്കെ ഫുൾ ടൈം ഷോപ്പിലൊക്കെ ആയിരുന്നു, സ്റ്റോറിലൊക്കെ ആയിരുന്നു. അതേപോലെ പാർസാദി പ്രഭു അമ്പലത്തിലായിരുന്നു. അപ്പോൾ ഈ ഒരു ത്യാഗമുണ്ട് ശരിക്കും നമ്മള്, അതായത് ഭഗവാന്റെ സർവീസിനായിട്ട് അവരുടെ ഭഗവാനായിട്ടുള്ള എൻജോയ്മെന്റ് പോലും മാറ്റി വെക്കുകയാണ് മറ്റു ഡിവോട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെ? ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ്. കാരണം എനിക്ക് കീർത്തൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രാന്താണ്. കീർത്തൻ പ്രസാദം, അതാണ് നമ്മളെ ഇസ്കോണായിട്ട് അടുപ്പിച്ചത്. അപ്പൊ അത്രയും ഇത് ആ ത്യാഗ മനോഭാവത്തിലേക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് ഭൗതികത മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് ഏക വഴിയായിട്ട് പറയുന്നത്, അപ്പോ ഏക വഴി എന്ന് വെച്ച് കഴിഞ്ഞാല് സത്സംഗം മാത്രമാണ് അല്ലെ? നമ്മൾ എത്രത്തോളം നമ്മുടെ വീട്ടിലിരുന്ന് നാമം ജപിച്ചാലും, എത്രത്തോളം ഭഗവാന്റെ ഡെയിറ്റി വർഷിപ്പ് ഒക്കെ ചെയ്താലും, ഭാഗവതം പഠിച്ചാലും ഭഗവത്ഗീത പഠിച്ചാലും, ഇതിനൊരു ഉയർച്ച കിട്ടണമെങ്കിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉയർച്ച കിട്ടണമെങ്കിൽ എപ്പോഴും സത്സംഗം കൂടിയേ തീരുള്ളൂ. അതുകൊണ്ടാണ് ഗുരുമരാജ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ചെറിയ ചെറിയ ഭക്തി വിഷയങ്ങൾക്ക് കൊടുക്കുന്നത്. ഇതേപോലുള്ള ഭക്തി വിഷയങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്തന്മാരുടെ സംഘത്തിൽ മാത്രം നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഭൗതികതയെ കളയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഒരിക്കലും അത് തന്നെ പോകുന്ന കാര്യമില്ല. കാരണം നമ്മളെല്ലാവരും ഫാമിലി ലൈഫായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കിട്ടാനും, നമുക്ക് എങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കിട്ടാനും ഈ സത്സംഗം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആ സത്സംഗം ആരും ഒഴിവാക്കാണ്ട് നിൽക്കാമെന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പോൾ കാരണം ഈ കലിയുഗത്തില് ഭയങ്കര പ്രശ്നമാണ്. കാരണം വെച്ചാൽ നമ്മള് ഈ ശ്ലോകത്തിലൊക്കെ പറയുന്ന പോലെ തന്നെ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ അല്ലെ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ 3 ഗുണം മിശ്രിതമായിട്ടുണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ മായയുടെ ഒരു കളി എന്ന് വെച്ചാൽ അതാണ്. അപ്പൊ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ സത്വഗുണമായിരിക്കും, നമ്മൾ നല്ല രീതിയിൽ ഇരുന്ന് നാമം ജപിക്കും അല്ലെ? ഭഗവാന്റെ ആരതിയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ, നമ്മുടെ ജോലി കഴിയുമ്പോൾ പതുക്കെ നമ്മൾ രജോ ഗുണം കൊടുക്കും. ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആൾ ഞാനാണ്. കാരണം ഞാൻ നാട്ടില് ഈ ഓട്ടോ ഓടിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ശീലം കൊണ്ട് തന്നെ രാവിലെ എങ്ങനെ പോയാലും ഒരു 3:30-4 മണിക്കൊക്കെ എഴുന്നേൽക്കും, നാമം ജപിക്കും, ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ടൊക്കെ ചെയ്ത് നമ്മൾ ഓട്ടോയോട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ സകലവിധ പതുക്കെ രജോ ഗുണത്തിൽ, കാരണം നമ്മൾ സമ്പാദിക്കാനായിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ പല ആളുകളും നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ ഒരാൾ ചാടിയാലും, അല്ലെങ്കിൽ ഒരാൾ നമുക്ക് കിട്ടേണ്ട പൈസ തരാണ്ട് ഇറങ്ങിപ്പോയാലും അല്ലേ, അങ്ങനെ ചിലർ കീറിയ നോട്ടൊക്കെ തന്നിട്ടൊക്കെ പോകും, ചുരുട്ടി പിടിച്ചൊക്കെ തന്നിട്ട് പോയി കളയും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കീറിയ നോട്ടാണ്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ കർമ്മഫലമാണെന്നൊന്നും ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് രജോ ഗുണം നമ്മുടെ ഇതിലേക്ക് വരും, ദേഷ്യം വരും, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ അസുരഭാവവും ഇതും നമ്മളിൽ തന്നെയുണ്ട് അല്ലെ? അസുരന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ പണ്ട്? അസുരന്മാരുടെ ഇതൊക്കെ എന്താണ്, നഖങ്ങളൊക്കെ നീട്ടി കൊളുത്തി ദ്രംഷയൊക്കെ ഉണ്ടായിട്ട് കണ്ടിട്ടില്ലേ? ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ രാവിലെ പോയിട്ട് വൈകിട്ട് അല്ലെങ്കിൽ ഉച്ചക്കൊക്കെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മൊന്ന് കണ്ണാടി നോക്കിയാൽ മതി, രാക്ഷസനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഞാനങ്ങനെ നമ്മളെ ഈ ഓട്ടോ കഴിഞ്ഞ് ഉച്ചക്ക് ഭയങ്കര ടെൻഷനിലൊക്കെ സെന്ററിൽ വരും, സെന്ററിൽ നിന്നാണ് പ്രസാദം കഴിക്കുന്നത്. അപ്പൊ അവിടെ വരുമ്പോൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് കാണാം 2 കൊമ്പൊക്കെ ആയിട്ടുണ്ടാവും, കണ്ണൊക്കെ ചുവന്നിട്ടുണ്ടാവും. കാരണം അത്രയധികം ടെൻഷൻ നമ്മൾ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു രാക്ഷസ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഗുണ സമ്മിശ്രമുള്ള നമ്മുടെ ഇത്, അപ്പൊ അതിനെ പുറത്തേക്ക് കളയുക എന്നുള്ളത് വളരെ
ഇതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഭക്തിയുത സേവനം ചെയ്യുന്നത്. നിരന്തരം ഭക്തന്മാരായിട്ടുള്ള സമ്പർക്കം തുടരുക എന്നുള്ളത്. ഒരു ശില്പി ഒരു ശില്പം ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശില്പിയെടുത്ത് ചോദിച്ചാണ് നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ശില്പം ഉണ്ടായെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ശില്പം ഉണ്ടാക്കുന്ന കല്ലിൽ ആ ശില്പം ഉണ്ട് അല്ലേ, ആ കല്ലിൽ തന്നെ ആ ശില്പമുണ്ട്, അതിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഞാൻ കൊത്തിക്കളയുക ചെയ്യുന്നത്. അപ്പോൾ അത് ശില്പമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക, അത് സ്ട്രോങ് ആയിട്ട് ഉറപ്പിക്കുക, മനസ്സിൽ ഉറപ്പിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ സത്സംഗത്തിൽ മാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, മറ്റു ബന്ധങ്ങൾക്കൊക്കെ പതുക്കെ കുറച്ചുകൊണ്ടിരിക്കുക. കാരണം മറ്റുള്ളതെല്ലാം നമ്മൾ വഴിയേറ്റിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സത്സംഗത്തിൽ മാത്രമേ നമ്മളെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ആ ശില്പിയുടെ ഇതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ ഗുണങ്ങളും ദുർഗുണങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പോകാനായിട്ട് സത്സംഗം ഉപകരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഈ ശ്ലോകത്തില് പ്രകൃതി ഗുണങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. അതിൽ നിന്ന് മോചിതമാവാൻ, സ്വാധീന ശക്തിയിൽ നിന്ന് മോചിതമാവാൻ പറ്റില്ലെന്ന് ഭഗവാൻ പറയുന്നതായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കൊക്കെ ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അല്ലെ. കണ്ണ്, ചെവി, മൂക്ക്, വായ, നാവ്, ത്വക്ക്. അപ്പൊ ഈ സെൻസസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഈയാമ്പാറ്റ നമ്മൾ കണ്ടിട്ടില്ലേ, ഈയാമ്പാറ്റയുടെ സെൻസ് എന്ന് വെച്ചാൽ കണ്ണാണ് അതിന്റെ മെയിൻ. അപ്പോൾ ആ കണ്ണ് അതിനെ വഴിതെറ്റിക്കും. അത് എത്രയൊക്കെ പറഞ്ഞു നടന്നാലും അതിന് ജീവിതം കുറച്ചേ ഉള്ളൂ. പക്ഷെ എങ്കിലും അതെന്ത് ചെയ്യും, വെളിച്ചം കാണുന്നിടത്തേക്ക് നമ്മളൊക്കെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ഇതിനെ പിടിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ ഇതിന്റെ ശല്യം സഹിക്കാൻ പറ്റാണ്ട് വലിയ പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് അതിൽ മെലീരിയ കത്തിച്ചു വെക്കും അല്ലെ. ഞാൻ ചെയ്തിട്ടുണ്ടോ, വിളക്കെ കത്തിച്ചു വെക്കും. അപ്പൊ ഈ തീയിലേക്ക് ഇത് വന്ന് വീഴും. അപ്പൊ അതിനെ ചതിക്കുന്നത് എന്താണ്, ശരിക്കും അതിന്റെ കണ്ണാണ്. കണ്ണെന്നുള്ള സെൻസ് അതിനെ ചതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് പിന്നെ വേറൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മാനിനെ ഈ വേട്ടക്കാരൊക്കെ പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗീതം കേൾപ്പിച്ചിട്ടാണ്. സംഗീതം കേട്ട മാൻ അവിടെ തന്നെ നിൽക്കുമെന്ന് പറയുന്നത്. പല രീതിയിലുള്ള ചെറിയ വ്യൂകളൊക്കെ വെച്ചിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കും. അപ്പൊ അത് അങ്ങനെ ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കും. അങ്ങനെ അതിനെ കൊല്ലണത്. അപ്പൊ അതിന്റെ ചെവിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നാശത്തിലേക്ക് അതിന്റെ ജീവിതം ഇല്ലാണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഈ തേനീച്ചയൊക്കെ, ഈച്ചകള്, അതായത് ഈ വലിയ പൂ വിരിഞ്ഞിരിക്കും. അപ്പൊ ഇതിന്റെ തേൻ നുകരാനായിട്ട് ഇതിന്റെ സുഗന്ധം നല്ല സ്മെല്ലായിരിക്കുമല്ലോ ഈ താമര അങ്ങനെയുള്ള ചില പൂക്കൾക്ക്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വന്നിരിക്കും, ഇത് വിരിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളിലിരിക്കും. അതിന്റെ ഉള്ളിൽ ഇരുന്ന് അങ്ങനെ രസിച്ചിരിക്കുന്ന സമയത്ത് വൈകുന്നേരം ആകുമ്പോൾ ഈ താമരയൊക്കെ വീണ്ടും ചേരുമ്പോൾ അതിന്റെ ഉള്ളിലിരുന്ന് മരിക്കും നിങ്ങൾ. അപ്പൊ അതിനെ ഇത് ചെയ്യുന്നത് അതിന്റെ സ്മെല്ലാണ്. അപ്പോൾ പിന്നീട് മീനിന്റെ സെൻസ് എന്താണെന്ന് വെച്ചാൽ നാവാണ് ശരിക്കും അല്ല. മീൻ എന്ത് കണ്ടാലും അതിൽ ടച്ച് ചെയ്യും. നമ്മള് കപ്പയൊക്കെ ഇട്ട് പണ്ടൊക്കെ ഞങ്ങൾ മീൻ പിടിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ എന്ത് കണ്ടാലും അത് കൊത്തും അല്ലെ. അതായത് വെട്ടിച്ച് നമ്മളതിനെ കൊല്ലും. അപ്പൊ അതിന് എപ്പോഴും എന്ത് കണ്ടാലും അത് കഴിക്കുന്നത് കൊണ്ട് ആ സെൻസ് നാവ് ആണ് അതിന്റെ ജീവിതം ഇല്ലാണ്ടാക്കുന്നത്. അതുപോലെ ഈ ആനകൾ ത്വക്കിലാണ് അവരുടെ ഇത്. ഇപ്പൊ ആനേനെ പിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഈ ആനേനെ പിടിക്കുന്ന ഒരാളുണ്ട്. അപ്പൊ അദ്ദേഹം പറയാറുണ്ട്, ആനേനെ പിടിക്കുന്ന വെച്ചാൽ ഈ ആനകളെ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തും. പക്ഷെ മുമ്പിൽ വാരിക്കുഴി ഉണ്ടാവും, വലിയ വാരിക്കുഴി ഇട്ടിട്ട് അതിന്റെ ഇപ്പുറത്തായിരിക്കും ആനയെ നിർത്തുന്നത്. അപ്പൊ ആന ഈ എതിർലിംഗത്തെ കാണുമ്പോൾ അതിന്റെ ആ ത്വക്കിനോടുള്ള ആകർഷണം കൊണ്ടിട്ട് അത് വന്നിട്ട് ഈ കുഴിയിൽ വീഴും അല്ലെ. അങ്ങനെ അതിനെ പിടിക്കുന്നത് വെച്ചാൽ അതിനെ പിടിച്ച് പിന്നെ എത്രയും വലിയ ആനേനെ നമ്മൾ ഞെരുക്കുന്നത് 3 ദിവസം 4 ദിവസം കണ്ട് അതിന് ഭക്ഷണം കൊടുക്കില്ല എന്ന് പറയുന്നത്. ഈ കുഴിയിൽ തന്നെ കിടക്കും. അപ്പൊ അതിന് ഭക്ഷണം കിട്ടാനുള്ള ഇതിൽ നമ്മൾ പറയുന്നത് അനുസരിച്ച് തുടങ്ങും പതുക്കെ. അങ്ങനെയാണ് ഇതിനെ അനുസരിപ്പിക്കുന്നത്. പിന്നെ അതിന് ഇത്രയും വലിയ ആന ചെറിയ മനുഷ്യനെ പേടിച്ച് ജീവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് സെയിം കാര്യങ്ങൾ തന്നെയാണ് മനുഷ്യനും സംഭവിക്കുന്നത് അല്ലെ. മനുഷ്യന് എപ്പോഴും ഈ 5 ഇന്ദ്രിയങ്ങൾ വെച്ചാൽ ജീവിക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴും ഈ 5 ഇന്ദ്രിയങ്ങൾ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കാണാണ്ടത് നമ്മൾ കാണും അല്ലെ, കേൾക്കാൻ പാടില്ലാത്ത കേൾക്കും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സെൻസ് എന്ന് യൂസ് ചെയ്യാൻ തുടങ്ങുന്നു അന്ന് മാത്രമേ നമുക്ക് അതിൽ നിന്ന് മോചനം കിട്ടുള്ളൂ. അപ്പൊ ഈ സെൻസസുകളുടെ കൺട്രോൾ, അതാണ് ഇവിടെ പറയുന്നത് നിഗ്രഹം എന്ന് പറയുന്നുണ്ട് ഈ ശ്ലോകത്തിൽ അല്ലെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. അതായത് നിയന്ത്രണമാണ്. നമുക്ക് ഒരാളെ ഈ ഇന്ദ്രിയങ്ങൾ ഇല്ലാണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ല ഒരിക്കലും. ഇന്ദ്രിയങ്ങൾ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ അതിനെ നിയന്ത്രിക്കാനേ പറ്റുള്ളൂ.
അപ്പോൾ ഇതിൽ ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, വിജ്ഞാനപരമായി വളരെ പുരോഗമിച്ചവരെന്ന് ഭാവിക്കുന്ന അനേകം ആധ്യാത്മിക ചിന്തകരുണ്ട്. അതായത് ഒരുപാട് സന്യാസിമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. പക്ഷെ ഇവരുടെയൊക്കെ ഉള്ളില് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ. അതായത് പുറമേ ഒന്ന് കാണിക്കുകയും ഉള്ളിലുള്ള മാലിന്യങ്ങൾ ഇല്ലാണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഈ സെൻസ് അതാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ വലിയ രീതിയിൽ പഠിച്ച് അയക്കാൻ നോക്കും അല്ലെ. അവരുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു കുട്ടിക്ക് പാട്ട് പാടാൻ ആഗ്രഹം, ഒരു പാട്ടുകാരനാവാൻ ആഗ്രഹം അല്ലെ. അവന്റെ ആഗ്രഹമാണ് പ്രകടിപ്പിക്കുന്നത്. പക്ഷെ ഒരു മാതാപിതാക്കളെ നമ്മൾ എന്ത് ചെയ്യും, പാട്ടുപാടി എന്ത് കിട്ടാനാണ്, എവിടെ ചാൻസ് കിട്ടാനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ എഞ്ചിനീയർ ആക്കാനോ, അപ്പോൾ അവന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ ഫ്യൂച്ചർ നോക്കിയിട്ടാണ് അവനെടുന്നത്. അപ്പോൾ അവന്റെ ഉള്ളിൽ ആ ആഗ്രഹം അപ്പോഴും ഉണ്ട് അല്ലെ. അവൻ എത്ര എഞ്ചിനീയറിംഗ് പഠിച്ചാലും ഡോക്ടറേറ്റ് പഠിച്ചാലും ആ ആഗ്രഹം അവിടെ തന്നെ കിടക്കും. ആ ഗുണം അവിടെ ഉള്ളിടത്തോളം കാലം അവനത് എന്തെങ്കിലും അത് പുറത്തു വരികയും ചെയ്യും. അതിപ്പോ ദുർഗുണമാണ്, അവനെ ഏത് രീതിയിലാണ് അത് ചിന്തിക്കുന്നത് പോലെ ഇരിക്കും അവന്റെ ആഗ്രഹം എന്താ. അപ്പോൾ ആ ആഗ്രഹത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ആഗ്രഹത്തെ ഉള്ളിൽ നിന്ന് കളയുക. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം കാക്ഷിക്കാതിരിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇതേപോലുള്ള നമ്മുടെ ഉള്ളിലുള്ള മാറ്റങ്ങളാണ് നടക്കേണ്ടത് എപ്പോഴും. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ ആത്മാവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആത്മാവ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ശരീരം നിലനിൽക്കുന്നത് അല്ലെ. അപ്പൊ ഈ ശരിക്കും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ആത്മാവ് എന്താണെന്ന് കൂടി നമുക്കറിയില്ല. നമ്മൾ കുറെ സിനിമാ പാട്ടിലൊക്കെ ആത്മാവിനെ കുറിച്ച് കേട്ടുന്നല്ലാണ്ട് അല്ലെ, അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് അറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് ആത്മാവിനാണ് അല്ലെ. അപ്പൊ ആത്മാവിന് കൊടുക്കേണ്ട ഭക്ഷണം എന്താണ്? ഭഗവാന്റെ കഥകളും നാമജപമാണ്, ഭഗവാനെ കുറിച്ചുള്ള അറിവാണ്. അപ്പോൾ ഇതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഈ ഓട്ടോ ഓടിക്കുന്ന സമയത്ത് എൻ്റെ പ്രൊഫഷൻ ഏതായിട്ട് എപ്പോഴും അതേപ്പറ്റി ആയിക്കോട്ടെ പറയുന്നത്. അപ്പോൾ 3-4 സ്ത്രീകൾ എൻ്റെ ഓട്ടോറിക്ഷയിൽ കയറി. ഇവരെയും കൊണ്ട് ഞാൻ ഇവരെ വീട് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വീട്ടിലേക്ക് പോയി. അപ്പം ഗേറ്റ് തുറന്നിട്ടേക്കാണ്. വണ്ടി നേരെ അകത്തി ചെന്നു. അകത്തി വന്ന സമയത്ത് ഇവർ വണ്ടിയിൽ വെച്ച് തന്നെ എനിക്ക് എൻ്റെ പേയ്മെൻ്റ് ഒക്കെ തന്നിട്ട് ഇവർ ഇറങ്ങിയതിന് ശേഷം അവരവരുടെ വരാന്തയിലേക്ക് 4 സ്ത്രീകൾ വരാന്തയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് ഒരു 5-6 പട്ടികൾ ചാടി ഇവരെ ഓടിച്ചിട്ടു. ഇവര് നേരെ വന്ന് എൻ്റെ വണ്ടി കയറി. ഞാൻ അപ്പോഴത്തേക്കും വണ്ടി തിരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ വണ്ടി ഓടിച്ച് പുറത്തു കൊണ്ടുവന്ന സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു, ഇത് ആരുടെ വീടാണ്, ഇതെന്താണിത്, നിങ്ങൾ അവരെ വിളിച്ചുകൂടെയെന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞത് ഇത് എൻ്റെ വീടാണ്, ഞാൻ ഗേറ്റ് അടയ്ക്കാൻ മറന്നുപോയി, അതുകൊണ്ട് പുറത്തുള്ള ഇതേപോലെ പട്ടികൾ വന്ന് കിടന്നായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ ഭയങ്കര ഉപദ്രവകാരികളായിരുന്നു. കാരണം 5-6 പട്ടികളുണ്ട്. പിന്നെ ഞാനും അവിടെയുള്ള നാട്ടുകാരെ കൂടിയിട്ടാണ് അതിനെ വടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഓടിച്ചത്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ നായ്ക്കള് അത് അകത്ത് കയറാൻ കാരണം അവര് തന്നെയാണ് അല്ലെ, അവരുടെ ഗേറ്റ് അടയ്ക്കാൻ കൊണ്ടാണ്. ഇതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഇതുപോലെ തന്നെയാണ്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഗേറ്റ് നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റി വെക്കണം. അതായത് ഒരുപാട് ദുർചിന്തകൾ, ഒരുപാട് നമ്മുടെ നാട്ടിൽ നടക്കാത്ത യാതൊരു കാര്യങ്ങളും ഇല്ല. ഇന്ന് ലോകത്ത് നടക്കുന്നത് ഒരുപാട് പാടില്ലാത്ത കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പൊ അത് നമ്മുടെ മനസ്സിലേക്ക് വരാതിരിക്കാൻ നോക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് നേരെ തിരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാല് ഇതെല്ലാം നമ്മുടെ മനസ്സിലുള്ളവരായിട്ടാണ് ഞാനൊക്കെ ഇവിടെ വന്നത് അല്ലെ. ഇങ്ങനെയുള്ള ഒരുപാട് ദുർകാര്യങ്ങളൊക്കെ ആയിട്ട് മനസ്സിൽ വന്നതാണ്. പക്ഷെ ഈ വടിയെടുത്ത് പട്ടിയിൽ ഓടിച്ച പോലെ നമ്മുടെ ഉള്ളിലുള്ള കുറെ കാര്യങ്ങളെയൊക്കെ ഓടിച്ചത് ഇവിടുത്തെ പാർസാദി പ്രഭുവും അവർ വടിയായിട്ടല്ല വന്നതെന്ന് മാത്രം, മാലയും നല്ല പ്രസാദവും കാര്യങ്ങളായിട്ട് നാമജപവും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ പതുക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം എന്താണോ അത് പതുക്കെ മാറ്റാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതില് ഈ ശ്ലോകത്തിൽ പറയുന്ന പോലെ ഭൗതിക നിലനിൽപ്പിനായി തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും ഒരാൾക്ക് കൃഷ്ണാവബോധമുണ്ടെങ്കിൽ അത് ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കും. അപ്പം അതുകൊണ്ട് പൂർണ്ണമായും കൃഷ്ണാവബോധവാനാകാതെ ആരും തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. പൊടുന്നനെ ഒരാൾ തൻ്റെ നിർദ്ദിഷ്ട കർമ്മങ്ങൾ ഉപേക്ഷിച്ച് ഒരു യോഗിയോ അതീന്ദ്രിയവാദിയോ ആയി അഭിനയിക്കരുത്.
സ്വന്തം സ്ഥിതിയിൽ നിന്നുകൊണ്ട് ഉത്തമമായ പരിശീലനം നേടി കൃഷ്ണാവബോധം നേടാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കർമ്മങ്ങൾ ഒരിക്കലും നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് നമുക്ക് ഒരു സന്യാസിയാവാൻ വേണ്ട യോഗ്യതകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. അതിനേക്കാൾ ഉപരി ഒരു നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇങ്ങനെ ചിന്താവിഷ്ടയ ശ്യാമളയെ കണ്ടിട്ടില്ല അല്ലേ? അപ്പോൾ അതേപോലെ ആവാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അതുപോലെ ആവാനും പാടില്ല. മറിച്ച് തൻ്റെ നിർദ്ദിഷ്ട കർമ്മങ്ങൾ ചെയ്യുക തന്നെ വേണം. അത് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മളിത് കൃഷ്ണാബോധം നേടാൻ പരിശ്രമിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നേതാക്കന്മാർ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും തന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും അവരവരുടെ നേതാവാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അല്ലാണ്ട് അണികൾക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവരവരുടെ നിലനിൽപ്പ് നോക്കിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കമ്പനികളിലെ മാനേജർമാരെയൊക്കെ എടുത്ത് നോക്കിയാലും അല്ലെ, അവരവരുടെ സേഫ്റ്റിയാണ് നോക്കുക. തൊഴിലാളികൾ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കുക, പേരാർക്ക് കിട്ടും, മാനേജർക്കേ കിട്ടുള്ളൂ അല്ലേ? നമ്മുടെ അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം, അതാണ്. പക്ഷെ ഇത് സാമൂഹ്യപരമായിട്ട് വരുന്ന സമയത്ത്, നമ്മുടെ രാഷ്ട്രീയപരമായിട്ട് വരുമ്പോൾ ആ ചെയ്യുന്നത് ജനങ്ങൾക്ക് ഹിതകരമായ കാര്യങ്ങളാണ് നേതാവ് ചെയ്യേണ്ടത്. പക്ഷെ നേതാവ് സ്വന്തം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ അടിയിലേക്ക് പോകും, മറ്റുള്ളവർ യാതൊരു ഇതിലും ഉയരില്ല. അപ്പോൾ ഈ ഇതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോട്ട്, ഒരു കപ്പലിൽ ഒരു സഞ്ചരിക്കുന്ന, ഇപ്പോൾ ടൈറ്റാനിക് പോലെ വലിയൊരു കപ്പൽ ഒരു യാത്ര പുറപ്പെട്ടു. ആ യാത്ര ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ഇതായിട്ട് കപ്പൽ നശിച്ചുപോയി. അപ്പം അതിൽ ഒരുപാട് പേര് മരിച്ചുപോയി. ഒരു 5-10 പേര് അവർ രക്ഷപ്പെട്ടിട്ട് ഒരു ദ്വീപിൽ ചെന്ന് കയറി. അപ്പോൾ ദ്വീപാണ്, കടലിൽ നടുക്കുള്ള ഒരു ദ്വീപിൽ ഇവർ ചെന്ന് കയറിയ സമയത്ത് ഇവര് നോക്കിയാൽ വേറെ ഒന്നുമില്ല, വേറെ നിവൃത്തിയില്ല. അവർ ഒരുപാട് രക്ഷപ്പെടാനൊക്കെ നോക്കി, നീന്താൻ നോക്കി. പക്ഷെ കടലാണ്, എങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ അവിടെ നിന്ന് ഇലയൊക്കെ പറിച്ചൊക്കെ തിന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്നു. കുറെ 3-4 ദിവസം ഒരു 2 ആഴ്ച കടന്നു പോയ സമയത്ത് ഇവർക്ക് മനസ്സിലായി ഇനി രക്ഷയില്ല. അപ്പം അതിൽ ഒത്തിരി കേഡറായിട്ടുള്ള ഒരാള് പറഞ്ഞു, ഓക്കെ ഞാൻ ഒരു കാര്യം ചെയ്യാം, നമ്മൾ എന്തായാലും ഇവിടെ പെട്ടു, നമുക്കിവിടെ തന്നെ ഇനി എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാക്കിയാലേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്നൊക്കെ നോക്കിയപ്പോൾ കുറെ കമ്പുകളും കോലുകളും ഓലകളൊക്കെ എടുത്ത് പറിച്ചൊക്കെ കൊണ്ടുവന്നിട്ട് ഇവര് ഒരു ഷെഡ് പോലെയൊക്കെ വള്ളികളൊക്കെ വെച്ച് കെട്ടിയിട്ട് അവിടെ താമസിക്കാൻ ആരംഭിച്ചു. അപ്പോൾ അവര് ഡെയിലി പഴങ്ങൾ പറിക്കാൻ പോകും, വലിയ ദ്വീപാണ്. അപ്പോൾ അവിടെ പഴങ്ങൾ പറിക്കും, തേങ്ങയിട്ടൊക്കെ കഴിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അവരവിടെ അതായിട്ട് ഇതായി അതായിട്ട് മിങ്കിളായിട്ട് പോയി. പക്ഷേ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു ബോട്ട് അതുവഴി വന്നു, ഒരു വേറെ കപ്പൽ വന്ന സമയത്ത് ഇവരിത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് ഒച്ചയുണ്ടാക്കി. ഇതെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളുണ്ട്, അയാൾ മാത്രം ഇതിന് വിളിക്കാനൊന്നും നോക്കിയില്ല. ബാക്കിയുള്ള 10-15 പേരും വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ കപ്പലുകാരൻ ഇത് കണ്ടിട്ട് നേരെ അടുത്തേക്ക് വന്നു, കപ്പലടുത്ത് വന്നു. ഇവർ കയറാൻ പോയപ്പോൾ ഇദ്ദേഹം മാത്രം കയറുന്നില്ല. ഇദ്ദേഹം പറയാണ്, നമുക്ക് പോണോ, ഇതെന്തായാലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ഇത്രയും വീടൊക്കെ ഉണ്ടാക്കി, നമുക്ക് ഇനി ഇവിടെ തന്നെ കിടന്നാൽ പോലെ എന്ന് ചോദിച്ചു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഇവരെല്ലാവരും ഇദ്ദേഹത്തെ ഒരു നേതാവായിട്ടാണ് കാണുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനം വിട്ടുകളയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ചെയ്തു, ഞാൻ ഇനി വരുന്നില്ല, നമുക്ക് പോകണമെന്നുള്ളൊരു മൈൻഡ് വന്നു. ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെ? നമ്മുടെ ഒരു കാര്യത്തിൽ നമ്മൾ അഗ്രഗണ്യനാണെങ്കിൽ നമ്മളത് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാനൊക്കെ ഭയങ്കര മടിയുണ്ട് നമുക്ക് എല്ലാവർക്കും. നമുക്കൊരു നമ്മുടെ സെൻസിന്റെ പ്രത്യേകതയാണ് അത്. അപ്പൊ നമുക്ക് ആ ഒരു എന്താ പറയുന്നത്, എപ്പോഴും ഭക്തിയുത ഭാവസ്ഥയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ത്യാഗ മനോഭാവത്തോടെ ആയിരിക്കണം നമ്മൾ. മറിച്ച് നമുക്ക് എന്തെങ്കിലും കൃഷ്ണാബോധത്തിൽ നേടാൻ വേണ്ടിയിട്ട്, അതായത് മറ്റുള്ളവർക്ക് സർവീസ് കൊടുത്ത് നമ്മൾ നേതാവാൻ വേണ്ടിയിട്ടല്ല അല്ലെ? നമ്മുടെ ഇവിടെ ഉള്ള ഈ ബംഗാൾ ദേശിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും, അതായത് നമ്മുടെ ടെമ്പിളിലുള്ള എല്ലാവരും ഒരേപോലെ സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ? ഇപ്പൊ നമ്മുടെ കീർത്തനേശ്വർ പ്രഭുജി ഇപ്പൊ ടെമ്പിൾ പ്രസിഡന്റ് ആണ്. അപ്പൊ പ്രഭുജി ഞാൻ നോക്കുമ്പോൾ പ്രഭുജി പലവിധ സേവകൾ ചെയ്യുന്നുണ്ട്. മേലിൽ വന്നിട്ട് ക്ലീൻ ചെയ്യാനടുത്ത് നിൽക്കുന്നുണ്ട്, പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് സർവീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലെ? നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ നിന്ന് നാമം ജപിച്ചുകൊണ്ടോ കാര്യമില്ല. ഭക്തർക്ക് എപ്പോഴാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ മറ്റൊരാളുടെ ശുപാർശ വേണം. ഭഗവാന് എപ്പോഴും മറ്റൊരു ഭക്തന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ.
അത് ഭഗവാൻ പല രീതിയിൽ പല സമയത്തും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഇവിടെ ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം ഭംഗിയായിട്ട് കീർത്തനമേളയൊക്കെ നടക്കുന്നത്. കേരളത്തിലെ ഇതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ കാണാനായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പ്രത്യേകത കൊണ്ടൊക്കെ തന്നെയാണ്, രാഷ്ട്രീയ പ്രത്യേകത. ഇവിടെ നമുക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു മനോഭാവം നമുക്ക് എപ്പോഴും വേണം. നമ്മൾ ഒരു നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ സർവീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ സർവീസിലേക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേപോലെ തന്നെ നാമജപം, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും തന്നെ രാവിലെ നാമം ജപിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് എല്ലാ ദിവസവും നാമം ജപിക്കുന്ന എത്ര പേരുണ്ട്? ഓക്കെ. അപ്പോൾ ഹരികൃഷ്ണ മഹാമന്ത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവ മന്ത്രങ്ങളുടെയും വെച്ചിട്ട് ഭഗവാൻ, അതായത് ഭഗവാന്റെ എല്ലാ ശക്തിയും ആവാഹിച്ചിട്ടുള്ള മഹാമന്ത്രത്തേക്കാൾ, മഹാമന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ പോലെ തന്നെയാണ് അല്ലെ. ഭഗവാന്റെ നാമരൂപമാണ് മഹാമന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ജപിക്കുമ്പോണ്ടാവുന്ന മാറ്റം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള കർമ്മഷങ്ങൾ പോവും, ഭഗവാനും നമ്മളായിട്ടുള്ള ബന്ധം സ്ട്രോങ് ആവും അല്ലെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാധാരണ പറയാറുണ്ട് ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കണം, നാമം ജപിക്കണം അല്ലെ, ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ മാക്സിമം നമ്മളെല്ലാവരും തന്നെ രാവിലെ തന്നെ നമ്മുടെ ചാൻറ്റിങ്, നമ്മുടെ നാമജപം ഫിനിഷ് ചെയ്യും. അപ്പോൾ 16 റൗണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലിയുഗത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഇത്. അപ്പോൾ ആ 16 റൗണ്ട് ചെയ്തില്ലെങ്കിൽ പോലും, ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പതുക്കെ പതുക്കെ നമ്മൾ ഇൻക്രീസ് ചെയ്ത് നാമജപം കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ കലിയുഗത്തിൽ നാമജപം ഭയങ്കര പ്രശ്നമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കൂടെ ഈ മായാമോഹിനി എന്ന് പറഞ്ഞൊരാളുണ്ട്. ആരാ മായാമോഹിനി അറിയാമോ? ഇപ്പൊ എന്റെ കൂടെ ഉണ്ട് ഈ സാധനമാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മായാമോഹിനി തന്നെയാണ് ഇത്. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളെ നാമം ജപിക്കുക, ഇതില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഉണ്ടാവില്ല അല്ലേ. ഇപ്പൊ ആൻഡ്രോയിഡ് ഫോൺ ഇല്ലാത്ത ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മുടെ കീർത്തനമേളയൊക്കെ നടക്കുന്ന സമയത്ത് കാണാം, എത്ര പ്രായമുള്ള ആൾക്കാർ മുതൽ ചെറിയ കുട്ടികൾ വരെ ഇതായിട്ട് നടക്കണ കാണാം, വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതില്ലാണ്ട് നമുക്കൊരു ലൈഫില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ മായാമോഹിനിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് ഇതിനകത്ത് അലാറം സെറ്റ് ചെയ്യും അല്ലേ. സെറ്റ് ചെയ്യും, നമുക്ക് എണീക്കുന്ന സമയത്ത് സെറ്റ് ചെയ്യും. ആ സെറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇന്നത്തെ വേറെ മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യും അല്ലേ, സ്വാഭാവികമാണ്. അപ്പോൾ ആ സെറ്റ് ചെയ്ത് കിടക്കും. രാവിലെ നമ്മൾ ഈ അലാറം അടിക്കുമ്പോൾ എണീക്കും. എണീറ്റ് കഴിഞ്ഞിട്ട് ഈ അലാറം നമ്മൾ ഓഫ് ചെയ്തിട്ട് പിന്നീട് എന്താ ചെയ്യുക, നെറ്റ് ഓൺ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ മായാമോഹിനി ബെല്ലടിച്ചുകൊണ്ടിരിക്കും, ഓരോരോ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. ഈ മെസ്സേജ് നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ സമയമാണ് നമ്മുടെ പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സമയമാണ് 3:30 മുതൽ 6 o'clock വരെ. അപ്പോൾ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ അതിൽ നമ്മൾ കുറച്ച് നേരം ചെക്ക് ചെയ്യും. പിന്നെ ചിലപ്പോൾ ബാത്റൂമിൽ വരെ നമ്മളിത് കൊണ്ടുപോകും അല്ലേ. പലരും കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. എൻ്റെ മോനൊക്കെ അതിൽ ബെസ്റ്റാണ്, എപ്പോഴും പിടിച്ചു വെക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭാഗവതത്തിന് അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ ഒരു ക്ലാസ് നമ്മൾ കാണാനായിട്ട് യൂട്യൂബ് ഉപയോഗിക്കും നമ്മൾ അല്ലേ. യൂട്യൂബൊക്കെ നമ്മൾ മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ക്ലാസ് കേൾക്കുന്ന സമയത്ത് മായാമോഹിനി വേറൊരു പരിപാടി ചെയ്യും. അതിൻ്റെ അടിയിൽ ചിലപ്പോൾ മറ്റ് വീഡിയോയുടെ ഇത് വരും, നമുക്ക് കാണാൻ പറ്റും അല്ലേ. അടിയിൽ ഒരു വീഡിയോ വരും, ചിലപ്പോൾ എമ്പുരാൻ സിനിമയുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ നമുക്ക് മനസ്സിലൊരു തോന്നൽ തോന്നാം, താഴത്ത് ഒന്ന് കണ്ടു കളയാം. ഇത് പോസ് ചെയ്തിട്ട് ജസ്റ്റ് അത് നോക്കും, പിന്നെ ഇത് നിർത്താൻ പറ്റാറില്ല. ഇങ്ങനെ അനുഭവം ഉണ്ടോ പലർക്കും? ഈ റീൽസ് ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പതുക്കെ ഞോണ്ടിരിക്കും അല്ലേ. ഇത് സ്വാഭാവികമാണ്. എനിക്കൊക്കെ ഇത് വലിയ പ്രശ്നമായിരുന്നു. കാരണം നമ്മൾ ഓട്ടോയിലൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ക്ലാസ് കേൾക്കാനായിരിക്കും ഇത് ഓൺ ചെയ്യുന്നത്, പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്തേക്ക് പോകും. അപ്പോൾ ഇതിൽ നമ്മൾ എപ്പോഴും ഈ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കോൺസെൻട്രേഷൻ മൊത്തം അതിനകത്തേക്ക് പോവാണ്ട് നമ്മൾ എപ്പോഴും മൊബൈൽ യൂസ് ചെയ്യേണ്ടത് ആധ്യാത്മിക കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയെ നശിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലാണ് നമുക്ക് പറയേണ്ടി വരും. കാരണം
എല്ലാവരെയും മൊബൈലിൽ കൂടിയാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതും അല്ലെ. ഇന്നത്തെ തലമുറ പല രീതിയിൽ തെറ്റായിട്ട് പോകുന്നതൊക്കെ മെസ്സേജ് പാസ് ചെയ്യുന്നതും പല കോഡ് കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നതൊക്കെ ഇതുണ്ട്. ഇപ്പോൾ ദുർഗുണവും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇത് എന്നും ഉണ്ട്. പക്ഷെ അതിന്ന് ഇത് കൂടുതലാവുന്നത് ഇതേപോലുള്ള ഉപകരണങ്ങളാണ്. നമ്മുടെ കരണങ്ങളെ സഹായിക്കുന്ന സാധനങ്ങളായതുകൊണ്ടാണ് ഇതിനൊക്കെ ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഉപകരണം നമ്മൾ നേരായ രീതിയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും, നമ്മൾ എത്ര നാമം ജപിച്ചാലും നമ്മുടെ ചിന്ത മൊത്തം ഇതിനകത്ത് ഈ മൊബൈലിൽ പലരും നമ്മുടെ ടെമ്പിളിലൊക്കെ കാണാറുണ്ട്. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എക്സ്ട്രാ ഓർഡിനറി ആൾക്കാരാണ്. അതായത് മൾട്ടി പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ നാമം ജപിക്കും, കീർത്തനം കേൾക്കും, അവിടെ എഴുതിയിരിക്കണം വായിക്കും, നാമം നടക്കുന്നുണ്ടാവും. ആരെങ്കിലും നടന്നുകൊണ്ട് അയാളുടെ അടുത്ത് ഹായ് പറയും, ഹരേകൃഷ്ണ പറയും, ഇതെല്ലാം ചെയ്യും. നമുക്ക് അതായത് നമ്മുടെ ചിന്തകൾ അത്രയും സ്ട്രോങ് പല രീതിയിൽ വിവരിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ ഈ കീർത്തനം നടക്കുമ്പോൾ നാമം ജപിക്കാതിരിക്കുക എന്നാ പറയാറ്. കാരണം കീർത്തനം നടക്കുമ്പോൾ കീർത്തനം ആസ്വദിക്കുക. നാമജപത്തിന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സമയം എപ്പോഴും രാവിലെ ആയിരിക്കണം. അപ്പൊ അത് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ അതായത് പ്രഭാതർ പറയാറുണ്ട്, നാമജപം രാവിലെ തീർന്നു കഴിഞ്ഞാൽ ആ ദിവസം തീർന്നു എന്ന് പറയും. നാമജപം രാവിലെ തീർന്നില്ലെങ്കിൽ ആ ദിവസം പിന്നെ നമ്മൾ എത്ര ചെയ്താലും ആ ഒരു ടെൻഷൻ നമ്മുടെ ഇതിലുണ്ടാവും. നാമം ജയിച്ചില്ലോ എന്ന് പറഞ്ഞിട്ട് ആ ദിവസം തീരാണ്ട് വരും, നമുക്ക് പറ്റാണ്ട് വരും, അപ്പൊ പെൻഡിങ് വരും, പിറ്റേ ദിവസത്തേക്ക് വെക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം എപ്പോഴും നമ്മൾ ഓൺ ആയിരിക്കണം. ഇസ്കോൺ എന്നുള്ള പേര് അങ്ങനെയാണല്ലോ, ഈസ് കൃഷ്ണ കോൺഷ്യസ്നെസ് ഓൺ, നമ്മൾ ഇസ്കോണിലാണ് എന്ന് പറയും. ഈസ് കൃഷ്ണ കോൺഷ്യസ്നെസ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചാൻറ്റിങ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് പുറത്താവും. അപ്പൊ അതുകൊണ്ട് മാക്സിമം എല്ലാവരും രാവിലെ എഴുന്നേറ്റ് നാമം ജപിക്കാൻ നോക്കുക. ഞാൻ ആക്ച്വലി ഇവിടെ വന്ന് ഈ കീർത്തൻ മേളയ്ക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ അധികം പ്രിപ്പയർ ആവേണ്ടാണ് ഈ ക്ലാസ് എടുത്തിരിക്കുന്നത്. ഈ ശ്ലോകം അടുത്ത ഇതിലെടുക്കുന്ന സമയത്ത് അത് ഒന്നും കൂടി നല്ല രീതിയിൽ എടുക്കാനായിട്ട് പറയുകയാണ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സീരിയസ് നമ്മുടെ രോജിയൊക്കെ ഉണ്ട്.